മഴത്തോരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹരിക്ക് എതിരായിട്ടുള്ള തീരുമാനങ്ങൾ, കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിധികൾ കടുത്തതും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ രോഹിത്തിൻ്റെ ഭാഗത്ത് ഒരു നിരപരാധിയാണ് എന്നുള്ള ഒരു തെളിവ് വന്നു തുടങ്ങിയതോടെ കോടതി രോഹിത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഒരു അയവ് കാണിച്ചിരിക്കുകയാണ്. പക്ഷേ ഹരിക്കാണെങ്കിൽ ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് നിൽക്കുന്നത്. അതിനൊക്കെ ഒരു കാരണക്കാരി എന്നുള്ള നിലയിൽ അലീനയാണ് മുൻപിലുള്ളത്. കാരണം രോഹിത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അലീനയാണ് കോടതിയിൽ വന്ന് നേരിട്ട് വന്ന് വാദിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ട് അവനെ കൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുകയും ചെയ്യുന്നത്. അതേസമയം ഹരിയാണെങ്കിൽ നമ്മുടെ അലീനയുടെ ഓരോ ചോദ്യത്തിനു മുമ്പിലും തല കുനിച്ച് നിൽക്കേണ്ടി വന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ ഇവരുടെ വിധി വന്നപ്പോൾ നമ്മുടെ കമലയും ശിവശങ്കർ മേനോനും രാജീവൻ എല്ലാവരും വളരെയധികം സങ്കടത്തിലാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അലീനയെ കണ്ട് കാല് പിടിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അവളുടെ മനസ്സലിഞ്ഞാൽ മാത്രമേ ഇനി നമുക്ക് ഹരിയെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കമല പറയുന്നുണ്ട്, അവളെപ്പോലെ ഒരു പെണ്ണിൻ്റെ കാല് പിടിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ശിവശങ്കരൻ പറയുന്നുണ്ട്, അത് നിൻ്റെ മോനായിട്ട് ഉണ്ടാക്കി വെച്ചതാണല്ലോ, വളർത്തുമ്പോൾ ശ്രദ്ധിച്ച് വളർത്തണം, മോൻ എന്താ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കണം, അല്ലാതെ എൻ്റെ മകൻ എപ്പോഴും മാന്യനാണ് എന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. അങ്ങനെയുള്ള തള്ളമാർക്കൊക്കെ ഈ ഒരു അവസ്ഥ തന്നെയാണ് വരിക. കുറച്ചൊക്കെ മക്കളെ അച്ചടക്കം പാലിക്കുകയും ഓവർ സ്വാതന്ത്ര്യം കുറയ്ക്കുകയും ഒക്കെ ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കമല പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ കാര്യമല്ലേ, അത് ഞാനായിട്ട് തന്നെ മുൻകൈ എടുത്ത് പൊയ്ക്കോളാം, അവളുടെ കാല് പിടിക്കാനല്ല, ഞാൻ തന്നെ കാല് പിടിച്ച് പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട്. കമലയുടെ ആ ഒരു തീരുമാനം കേട്ടിട്ട് രാജീവനും ശിവശങ്കരനും പറയുന്നുണ്ട്, ഇവൾ കാല് പിടിക്കാൻ പോകാൻ തയ്യാറായെന്നോ, ഇത് കൊള്ളാലോ, സ്വന്തം മോനോടുള്ള സ്നേഹം, അല്ലാതെ അവളുടെ കാല് പിടിക്കാനുള്ള ആ ഒരു ഇതൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കമല അലീനയുടെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ അലീന കണ്ടപ്പോഴേ അലീനയ്ക്ക് കാര്യം മനസ്സിലായിരുന്നു. ഇനി ബഹളം വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഓരോന്ന് ചെയ്യാനാണോ വന്ന ഒരു ഭാവം, ആ ഒരു ഇത് അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അലീനയുടെ കാലിൽ വന്ന് മാപ്പ് പറയുകയാണ്, മോളെ, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്, ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇവിടുത്തെ വൈജന്തിയോട് ഓരോന്നും നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടൊക്കെ ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ മകന് ജയിലിലാണ്, എൻ്റെ മകനില്ലാത്ത വേദന എന്താണ് എന്നുള്ളത് എനിക്ക് അറിയാം. അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ ഉപദ്രവിക്കാൻ ഒന്നും വരത്തില്ല. പകരം നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം, എൻ്റെ മകനെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ നീ ചെയ്തു തരണം. അവനെതിരായിട്ടുള്ള നീ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിനക്ക് പരാതിയില്ല എന്നുള്ളതും അവനെ വിട്ടയക്കണം എന്നുള്ളതും നീ തന്നെ ഒന്ന് പറഞ്ഞു തരുമോ, എൻ്റെ മകനെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് കമല കാലിൽ വീഴുകയാണ്. പക്ഷെ ആ ഒരു സമയത്തും കമലയുടെ മനസ്സിലുണ്ടായിരുന്നു, ഇതിൻ്റെയൊക്കെ കാല് പിടിക്കേണ്ട എൻ്റെ ഗതികേട്, എങ്ങനെയെങ്കിലും അവനെ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളതും ഇതിന് പകരമായിട്ട് നിന്നെക്കൊണ്ട് ഞാൻ കാല് പിടിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെയുള്ളതൊക്കെയാണ് കമലയുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, നിങ്ങളെന്തായി ചെയ്യുന്നത്, എൻ്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം നിങ്ങളുടെ മകൻ ഒരിക്കൽ എന്നോട് ചെയ്തത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാലോ. ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടും നിങ്ങളൊക്കെ എന്നെ പ്രതിയാക്കുകയും എന്നെ അഴിഞ്ഞാടി നടക്കുന്നവളെന്നും പഴച്ച് പ്രസവിച്ചവളെന്നും പറഞ്ഞിട്ട് കളിയാക്കുകയായിരുന്നു. അതിനെക്കൊണ്ട് അതൊന്നും പറഞ്ഞ് എൻ്റെ അടുക്കലേക്ക് ആരും വരണ്ട. എന്നെപ്പോലെ ആ പെൺകുട്ടി അതിനേക്കാളും വലുതാണ് അനുഭവിച്ചിട്ടുള്ളത്. അന്ന് ഞാൻ സ്വയം രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലല്ലേ അവർ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടി അനുഭവിച്ച വേദനയ്ക്കൊക്കെ നിങ്ങളുടെ മകനും വേദന അനുഭവിക്കണം. അതിനുള്ള ശിക്ഷ അവന് കിട്ടിയേ പറ്റൂ. ഇനി എൻ്റെ അടുത്ത് കരഞ്ഞു നിന്നിട്ട് കാര്യമില്ല, പോവാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കമലയെ ആട്ടിയിറക്കുകയാണ് നമ്മുടെ അലീന.